I'm Jesslyn Jose, your OET trainer at Xylem Learning. I hope you all are doing great. എങ്ങനെ പോകുന്നു നിങ്ങളുടെ OET preparations ഒക്കെ? നന്നായിട്ട് പോകുന്നോ? ഏത് മൊഡ്യൂളാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? Is it reading? Most of my students say reading is the one subtest that they find difficult to handle, attend. അതെന്തുകൊണ്ടായിരിക്കാം? കുറച്ച് കാര്യങ്ങളുണ്ട് ആൻഡ് ദാറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പക്ഷേ ഇതിനെല്ലാം മുന്നോടിയായിട്ട് ഞാൻ കാണുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് നോട്ട് ഹാവിങ് എ ബേസിക് ഐഡിയ അബൌട്ട് ദ ടെസ്റ്റ് ഫോർമാറ്റ് ഓർ വാട്ട് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അബൌട്ട് വാട്ട് ഈസ് ദ റീഡിംഗ് സബ് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് ഫോർമാറ്റ്, സ്കിൽസ് ദാറ്റ് യു നീഡ് ടു അച്ചീവ് OET. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. സോ റീഡിംഗ് ടെസ്റ്റ് ഫോർമാറ്റ്, റീഡിംഗ് സ്കില്ല്, റീഡിംഗ് ടെസ്റ്റ് ഫോർമാറ്റിനെ OET റീഡിംഗ് ടെസ്റ്റ് ഫോർമാറ്റിനെ പറ്റി അറിയുന്നതിന് മുന്നേ തന്നെ യു നീഡ് ടു നോ വാട്ട് ഈസ് ദിസ് റീഡിംഗ് സ്കിൽ എന്നുള്ളത്. റീഡിംഗ് സ്കിൽ എന്താണ്? ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, ദെൻ പിന്നെന്താ, ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ് മനസ്സിലാക്കുന്നതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻവോൾവ്സ് റെക്കഗ്നൈസിങ് എ വേർഡ്, understanding its meaning and making a sense of the message that you see in the written document. അല്ലേ? റീഡിംഗ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള റീഡിംഗ് ഉണ്ട്. സോ അത് റീഡിംഗ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് OET റീഡിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ റീഡിംഗ് ആൻഡ് OET റീഡിംഗ്? OET റീഡിങ്ങിൽ എന്താണ് അസസ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ദ സബ് ടെസ്റ്റ് അസസസ് ദ എബിലിറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ടെക്സ്റ്റ്. സോ യു ഓൾ നോ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവിടെ 4 സ്കിൽസാണ് അനലൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. റീഡിങ്ങിലോട്ട് വരുമ്പോൾ ദർ അസസ് യുവർ എബിലിറ്റി ടു റീഡ്. നിങ്ങൾക്ക് ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് വായിച്ച് അത് മനസ്സിലാക്കി, അതും ഒരു ജനറലി ഒരു ഡോക്യുമെൻ്റ് അല്ല, ഹെൽത്ത് കെയർ റിലേറ്റഡ് ഒരു ഡോക്യുമെൻ്റ്, ഒരു ടെക്സ്റ്റ് വായിച്ച് അത് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് അതിന് ഒരു ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് OET റീഡിംഗ് സബ് ടെസ്റ്റിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ ജനറൽ റീഡിങ്ങും OET റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇനി നമുക്ക് റീഡിംഗ് ടെസ്റ്റ് ഫോർമാറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 3 പാർട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B ആൻഡ് പാർട്ട് C. പാർട്ട് എയിൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് യു വിൽ ബി അറ്റൻഡിങ്? 20 questions. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പാർട്ട് B ആൻഡ് പാർട്ട് C, യു വിൽ ബി അറ്റൻഡിങ് 6 questions for part B and 16 questions for part C. അത് ചെയ്യാൻ വേണ്ടി എത്ര ടൈമാണ് കിട്ടുക? 45 minutes. ദാറ്റ് മീൻസ് റീഡിംഗ് സബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് 1 hour ഓഫ് ടൈം ടോട്ടലി. പാർട്ട് എയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എക്സ്പെഡീഷ്യസ് റീഡിംഗ് ടാസ്ക്. അതായത് ഫാസ്റ്റ് റീഡിംഗ് ടാസ്ക് ആണ്. 20 questions 50 minutes അറ്റൻഡ് ചെയ്യണം. കുറച്ച് ടാസ്ക് ആണല്ലേ? അതാണ് പാർട്ട് എയിൽ നമ്മൾ ചെയ്യുന്നത്. പാർട്ട് B ആൻഡ് പാർട്ട് സിയിലോട്ട് വരുമ്പം ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്, അല്ലെങ്കിൽ കെയർഫുൾ റീഡിംഗ് എന്നും പറയാം. അതായത് ഒരു റിട്ടൺ ടെക്സ്റ്റ് തന്ന് അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കി അതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് പാർട്ട് ബിയിലും പാർട്ട് സിയിലും നമ്മൾ ചെയ്യുക. മെയിൻ ഐഡിയ, പർപ്പസ്, ജിസ്റ്റ് ഇതെല്ലാം മനസ്സിലാക്കുന്നതാണ് പാർട്ട് B ആൻഡ് പാർട്ട് സിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണ് നമ്മളവിടെ സ്പെസിഫിക്കലി കാണുന്നത് നോക്കാം. സോ ഫസ്റ്റ് പാർട്ട് എ, ടെസ്റ്റ് സെക്ഷൻ. പാർട്ട് എ അവിടെ എത്ര ടെക്സ്റ്റ് കാണും? 4 ടെക്സ്റ്റ്. പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൽ യു വിൽ ബി സീയിങ് 4 ടെക്സ്റ്റ്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ ദീസ് ടെക്സ്റ്റ് ആർ റിലേറ്റഡ് ടു എ സിംഗിൾ ടോപ്പിക് ദാറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വുഡ് റെഫർ ടു പെർഫോം എവറിഡേ ടാസ്ക്. അതായത് ഒരു സിംഗിൾ ടോപ്പിക്ക് കാണും. ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ് മെൽറ്റസ്. ആ ഒരു സിംഗിൾ ടോപ്പിക്കിനെ വെച്ചിട്ടായിരിക്കാം 4 ടെക്സ്റ്റ് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കാം. ദെൻ ടെക്സ്റ്റ് A, ടെക്സ്റ്റ് B, ടെക്സ്റ്റ് C, ടെക്സ്റ്റ് D. ടെക്സ്റ്റ് എയിൽ ചിലപ്പോൾ ഡയബറ്റിസ് മെൽറ്റസ് എന്തെന്നായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക വിത്ത് സം ജനറൽ ഐഡിയാസ് ആൻഡ് ഡീറ്റെയിൽസ്. ടെക്സ്റ്റ് ബിയിൽ അബൌട്ട് ദ സിംറ്റംസ്, അല്ലെങ്കിൽ പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ആൻഡ് ടെക്സ്റ്റ് സിയിൽ വരുമ്പോൾ മൈറ്റ് ബി അബൌട്ട് ദ മാനേജ്മെൻറ്റ് ഓഫ് ദറ്റ് കണ്ടീഷൻ. ടെക്സ്റ്റ് ഡിയിലോട്ട് വരുമ്പോൾ മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ടോപ്പിക്ക് 4 ടെക്സ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു പോകുക. സോ അതാണ് കോണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ പാർട്ട് എയുടെ. Question type, yeah, I already told you that there will be 20 questions.
20 ക്വസ്റ്റ്യൻസും ഒരുപോലെ ആയിരിക്കില്ല. 3 തരത്തിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുക. ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് മാച്ചിങ് സെൻറ്റൻസ്, കംപ്ലീഷൻ സെൻറ്റൻസ്, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് എയിൽ മാത്രം നിങ്ങൾ കാണുക. ദെൻ അബൌട്ട് ദ മാർക്കിംഗ് ഓഫ് പാർട്ട് എ, സ്കോറിംഗ് എങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ഡബിൾ മാർക്ക്ഡ് ബൈ OET ട്രെയിൻഡ് അസസേഴ്സ് യൂസിങ് എ ആൻസർ കീ. ഒരു മാർക്കിംഗ് ഗൈഡ് ഉണ്ടായിരിക്കും. ആ ഗൈഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഔട്ട് ഓഫ് 20 പാർട്ട് എക്ക് സ്കോർ ചെയ്യുക. മനസ്സിലായോ? അതാണ് പാർട്ട് എ. ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിൽ വരുമ്പം എഗെയിൻ നമ്പർ ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പാർട്ട് എയിൽ 4 ആയിരുന്നു, ഇവിടെ അത് കൂടി ഇറ്റ് വിൽ ബി 6 ഷോർട്ട് എക്സ്ട്രാക്ട്സ്. ഒരു 100 to 125 വേർഡ്സ് ലോങ് ആയിരിക്കും ഓരോ എക്സ്ട്രാക്റ്റും. കോണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് extracts of typical workplace text including memos, emails, guidelines, policy documents and manuals. അതായത് ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, യു വിൽ ബി എക്സ്പെക്റ്റഡ് ടു റീഡ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് മെമോസ്, ഇമെയിൽസ് അല്ലേ. ഇതുവഴിയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് അത്യാവശ്യം പ്രൊഫഷണലി ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ വക രീതി, ഈ മെമോസ്, ഇമെയിൽസ്, ഗൈഡ് ലൈൻസ് ഒക്കെ വഴിയായിരിക്കും നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി വേണ്ട ആക്ഷൻ ചെയ്യണമെങ്കിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് പാർട്ട് ബി, റീഡിങ്ങിൻ്റെ പാർട്ട് ബിയിൽ ഈ വക എക്സ്ട്രാക്ട്സ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ കോണ്ടൻറ്റ് ഓഫ് പാർട്ട് ബി. ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓരോ എക്സ്ട്രാക്റ്റിനും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ദാറ്റ് മീൻസ് there will be 1 3 option multiple choice questions per text. പാർട്ട് ബിയുടെ മാർക്കിംഗ് വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ മാർക്ക്ഡ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ കമ്പ്യൂട്ടർ മാർക്ക്ഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി സീൽഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അബൌട്ട് പാർട്ട് ബി. ദിസ് ഇസ് ഓവറോൾ ഐഡിയ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നൗ ഇറ്റ്സ് ടൈം ഫോർ പാർട്ട് സി. പാർട്ട് സിയിൽ എത്ര ടെക്സ്റ്റ് ഉണ്ടാവും? 2 ടെക്സ്റ്റ്, ഈച്ച് റഫ്ലി 800 വേർഡ്സ് ലോങ്. കുറച്ചുകൂടെ ലെങ്തിയാണ് ടെക്സ്റ്റ്. കോണ്ടൻറ്റ് 2 ടെക്സ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. 2 ടെക്സ്റ്റും വിത്ത് ബി ആൻ ആർട്ടിക്കിൾ വിത്ത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ എ ടോപ്പിക് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ് ഫോർ HP മീൻസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കേട്ടോ. അണ്ടർടേക്കിംഗ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അത് ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. ഇതിലൊരു ഓതർ എഴുതിയ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. പിന്നെ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ. അടുത്ത് വരുമ്പോൾ ഇറ്റ്സ് അബൌട്ട് മാനേജിങ് ഹൈപ്പർ ടെൻഷൻ. ഇങ്ങനെയായിരിക്കാം ടോപ്പിക് ഹെഡിങ് ഒക്കെ പോകുന്നുണ്ടായിരിക്കാം. അതൊരു പർട്ടിക്കുലർ ഓതർ എഴുതിയതായിരിക്കാം. അപ്പോൾ ഓതറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, സ്റ്റഡീസ്, റിസർച്ച്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. അത് വായിച്ച് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസിനും റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഫൈൻഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പാർട്ട് സിയിൽ നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 8 4 ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പെർ ടെക്സ്റ്റ്. ടെക്സ്റ്റ് 1ൽ 8 ചോദ്യം ഉണ്ടാകും. ദെൻ ടെക്സ്റ്റ് 2ലും അതുപോലെ 8 ചോദ്യം ഉണ്ടാകും. ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ്. പാർട്ട് ബിയിൽ 3 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാർട്ട് സിയിലോട്ട് വരുമ്പോൾ അത് എത്രയായി? 4 ആയി. സെയിം ലൈക്ക് പാർട്ട് ബി, മാർക്കിങ് ഇവിടെയും എന്താണ്? കമ്പ്യൂട്ടർ മാർക്ക്ഡ് തന്നെയാണ്, ഓട്ടോമാറ്റിക്കലി സേവ് ആവുകയും ചെയ്യും. അപ്പോൾ അത്രയാണ് നമ്മുടെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ഓഫ് റീഡിംഗ് സബ് ടെസ്റ്റിൻ്റെ ഒരു ഓവറോൾ ഐഡിയ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇതിൽ റീഡിംഗ് സബ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്കിൽസാണ് അവിടെ അനലൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഏതൊക്കെ സ്കിൽസാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നോക്കാം. ആദ്യത്തേത് ലൊക്കേറ്റിംഗ് സ്പെസിഫിക് ഇൻഫർമേഷൻ ഫ്രം റെഫറൻസ് ടെക്സ്റ്റ് ടു കംപ്ലീറ്റ് എവറിഡേ ടാസ്ക്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു എവറിഡേ ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങളിങ്ങനെ റോഡിൽ കൂടെ പോകുമായിരുന്നു, അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലോട്ടൊരു ബ്രൗഷർ കിട്ടി. സോ ലുക്കിംഗ് അറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതെന്താണ്, ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു മോൾ ഓപ്പൺ ചെയ്യുന്ന ബ്രൗഷർ കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോൾ യു മേ ഗെറ്റ് വെരി എക്സൈറ്റഡ്. ഒരു മോളൊക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഓടിച്ചു വിട്ട് വായിക്കില്ലേ, അപ്പോൾ അങ്ങനെ വായിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഓഫറൊക്കെ ഉണ്ട്, എന്നാൽ പിന്നെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലും തോന്നും. അപ്പോൾ അങ്ങനത്തെ ഹോം അപ്ലയൻസസ് കടകൾ, മീൻസ് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ അപ്പോൾ ആ ഡീറ്റെയിൽസ്, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ നോക്കുന്ന എന്താണോ അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയി. സോ ആ രീതിയിൽ നിങ്ങളുടെ റീഡിങ് വേ ഓഫ് റീഡിങ് നിങ്ങൾ മാറ്റിയെടുക്കും. സോ ഇവിടെ എന്ന് പറയുന്നത് പാർട്ട് എയിൽ, ഇറ്റ് സ്പെസിഫിക്കലി ഫോർ പാർട്ട് എ, നമ്മൾ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ റെഫറൻസ് ആ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുന്നതാണ് ഒരു സ്കില്ല് റീഡിങ്ങിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദി ഡീറ്റെയിൽ purpose, gist, etc. of workplace communication in a healthcare setting. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ ഒരു കുറേ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വായിക്കാം. ഒരു പേഷ്യൻ്റ് മേ ബി ഒരു ഡിസീസ് കണ്ടീഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ യു വിൽ റെഫർ എ ലോട്ട് ഓഫ് ബുക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ വേർഡ് ബൈ വേർഡ് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് വായിച്ചെടുക്കാൻ സമയം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ പേർപ്പസ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതൊക്കെ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ഒരു സ്കില്ലിലൂടെ അനലൈസ് ചെയ്യുന്നത്. Then the third one is understanding the detailed arguments, examples and points of view presented by an author in an article on a healthcare topic of general interest. ഇത് എവിടെയാണ് സ്പെസിഫിക്കലി നമ്മൾ കാണുന്നത്? പാർട്ട് സിയിലാണ്. Then this is for part A, ഇത് പാർട്ട് B and the last one is part C. Okay, മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാർട്ട് എയിൽ സ്കിൽസ് അതെങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ടു സ്കോർ 20 out of 20. ഓക്കെ, സ്കിൽസ് ഫോർ പാർട്ട് എ യൂസിങ് ടെക്സ്ച്വൽ ഫീച്ചേഴ്സ്. ടെക്സ്ച്വൽ ഫീച്ചേഴ്സ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരിക? അതായത് ഒരു റിട്ടൺ ടെക്സ്റ്റ് നോക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളാണ്. ചുമ്മാ ഇങ്ങനെ ഒരു പ്ലെയിനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു പോകുന്നു അല്ലല്ലോ. ഒരു പ്രോപ്പർ ഹെഡിങ് കാണും, സബ് ഹെഡിങ് കാണും, പ്രത്യേകം അറിയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുക്കുമായിരിക്കും, അണ്ടർലൈൻ ചെയ്യുകയായിരിക്കും. അങ്ങനത്തെയൊക്കെ കാണുന്നതിനെയാണ് നമ്മൾ ടെക്സ്ച്വൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ടെക്സ്ച്വൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയാൽ നമുക്ക് പാർട്ട് എ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലത്തെ കുറച്ച് ടെക്സ്ച്വൽ ഫീച്ചേഴ്സാണ് ഞാനിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് ഈ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പിയറൻസ് മനസ്സിലാക്കുന്നവർ അതിൽ വരുന്നതാണ് ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, വേർഡ്സ് ഇൻ ബ്രാക്കറ്റ്സ്, വേർഡ്സ് ഇൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ലിസ്റ്റ് ഉണ്ട് അല്ലേ, ചില കാര്യങ്ങൾ ലിസ്റ്റിൽ കൊടുക്കുമായിരിക്കും. അത് ബുള്ളറ്റ് പോയിൻറ്റ്സ്, ഡോട്ട് പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്, നമ്പേർഡ് ലിസ്റ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് കൊടുക്കുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും എന്നൊക്കെ ഒരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ഗ്രാഫ്സ്, ടേബിൾസ്, ഇമേജസ്. സോ ഇതൊക്കെയാണ് ഒരു പ്രത്യേകിച്ചും നമ്മുടെ റീഡിങ് പാർട്ട് എയിൽ നിങ്ങൾ കാണുന്ന ടെക്സ്ച്വൽ ഫീച്ചേഴ്സ് ഇതൊക്കെ ആയിരിക്കണം. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്തിനാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യം സംസാരിക്കണം, എങ്ങനെയാണിത് ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ യു ആർ ഗുഡ് ടു ഗോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ പാർട്ട് എ. ഇനി പാർട്ട് ബി ആൻഡ് സിയിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? സ്കിൽസ് ഫോർ പാർട്ട് ബി ആൻഡ് സി, ഡെവലപ്പിംഗ് ആംബിഗ്വിറ്റി ടോളറൻസ്. അയ്യോ, കട്ടി വേർഡാണ് ആംബിഗ്വിറ്റി ടോളറൻസ്. എന്തായിരിക്കും അത്? ആംബിഗ്വിറ്റിയുടെ മീനിങ് എന്താണ് ഇൻ മലയാളം? അവ്യക്തത എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യം വ്യക്തമല്ല. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടെക്സ്റ്റ് കിട്ടി, ഇത് വായിച്ച് മനസ്സിലാക്കി എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഷോക്കാകും. ഇതെങ്ങനെയാണ് ഞാൻ പറയുക, വേർഡ്സൊന്നും എനിക്ക് മനസ്സിലാവണില്ല, മീനിങ് അറിയില്ല. അപ്പം നമ്മൾ അങ്ങനൊരു സിറ്റുവേഷനിലെത്തും. ഒബ്വിയസ്ലി നമ്മൾ റീഡ് ചെയ്ത് പാർട്ട് സി ഒക്കെ ചെയ്യുമ്പോൾ, പാർട്ട് ബിയും പാർട്ട് സിയും ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അങ്ങനൊരു സിറ്റുവേഷനിലെത്തും. അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ല് എന്താണെന്ന് വെച്ചാൽ ആംബിഗ്വിറ്റി ടോളറൻസ്. അതായത് ഈ ഒരു അവ്യക്തത ഉണ്ടല്ലോ, അത് ടോളറേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം എന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടും. So here students may come across a range of unfamiliar words in a text, but not all of them are essential to understand. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ടോ? അതായത് നമ്മൾ കുറേ ഫെമിലിയർ ആയിട്ടുള്ളതും അൺഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് വേർഡ്സ് കിട്ടുന്നുണ്ടാകും, പക്ഷേ കാണുന്നുണ്ടാവും ഒരു ടെക്സ്റ്റിൽ. പക്ഷേ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ ഈ കാണുന്ന വേർഡ്സിൻ്റെ എല്ലാ മീനിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത്ര ക്രൂഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല, അത്ര എസെൻഷ്യൽ അല്ല. ബിക്കോസ് നമുക്ക് വേറെ രീതിയിലും ആൻസേഴ്സ് കിട്ടാം. അതെങ്ങനെയാണ്? ദ കീ ഈസ് ദാറ്റ് students should attempt to guess every unfamiliar word but continue reading and use a question to decide if they need to attempt to deduce a word's meaning or not. മീനിങ് അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ആൻസർ കിട്ടാണ്ടിരിക്കാനുള്ള അത്ര സിറ്റുവേഷനിലോട്ട് നമ്മൾ പോവില്ല. വി ക്യാൻ ഡൂ ദാറ്റ്.
ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ മീനിങ് ഓഫ് എ സർട്ടൻ വേർഡ്. അതെങ്ങനെയാണ് കോണ്ടെക്സ്ച്വൽ, അതായത് ഒരു പാരഗ്രാഫ് തന്നില്ല, ആ മൊത്തത്തിൽ പാരഗ്രാഫ് എന്താണ് ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഓവറോൾ ഐഡിയ കിട്ടിയാൽ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ദി ഓപ്ഷൻസ് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അത്ര പാടായിട്ടില്ല. അത് വിത്ത് ദ റൈറ്റ് പ്രാക്ടീസ് വി ക്യാൻ അച്ചീവ് ദാറ്റ്. ഈ സ്കില്ല് അതാണ് ആംബിഗ്വിറ്റി ടോളറൻസ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. ഓൾ റൈറ്റ്. ഇനി ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ടെക്സ്റ്റ് കണ്ടോ, ഇത് നിങ്ങൾ പാർട്ട് എയിൽ കാണുന്ന ഒരു ടെസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഹിയർ യു ക്യാൻ സീ ഇറ്റ് ഇസ് ഗിവൺ, ഒരു ടൈറ്റിലുണ്ട്, ടെക്സ്റ്റ് സി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടൈറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദ ഹെഡിങ് ഓഫ് ദറ്റ് എക്സ്ട്രാക്ട്, അതായത് ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് DFU എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ഹോൾ ഇൻഫർമേഷൻ ഇസ് ഡിവൈഡ് ടു 2 പാരഗ്രാഫ്, 2 പാരഗ്രാഫ് ഉണ്ട്. സോ ഇങ്ങനെയാണൊരു പാർട്ട് എയുടെ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കാണാം. സോ ഒരു കോമൺ മിസ്റ്റേക്ക് അല്ലെങ്കിൽ കോമൺ പിറ്റ് ഫോൾ എന്ന് പറയുന്നത്, ഇങ്ങനൊരു ടെക്സ്റ്റ് കണ്ടാൽ അവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഇത് മുഴുവൻ വായിക്കാനായിരിക്കും. ഡോണ്ട് ഡൂ ദാറ്റ്. അങ്ങനെ ചെയ്യരുത്. ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ട്രൈങ് ടു റീഡ് എവറി വേർഡ് ഓഫ് എ ടെക്സ്റ്റ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്, അത് നമ്മൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. വേണ്ട. അവിടെ നമുക്ക് ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂട്ടിലൈസ് ദ ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ദ ഓപ്ഷൻസ്. ഇപ്പം പാർട്ട് ബിയും പാർട്ട് സി ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് വായിച്ച് നമുക്കൊരു ഐഡിയയിലേക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. സോ അത്രയേ ഉള്ളൂ റിഗാർഡിങ് ദ സ്കിൽസ് ദാറ്റ് വി നീഡ് ഫോർ. ഞാൻ 2 സ്കില്ലേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്, എസ്പെഷ്യലി ഫോർ പാർട്ട് എ. പാർട്ട് എയിൽ ടെക്സ്ച്വൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പാർട്ട് ബി ആൻഡ് സിയിൽ ഇറ്റ് ഇസ് അബൌട്ട് വാട്ട് ആംബിഗ്വിറ്റി ടോളറൻസ്. ഓൾ റൈറ്റ്. ആൻഡ് ദിസ് ഇസ് ദ പാസ് ഗ്രേഡ്. ഇത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്താണ്. ടു അച്ചീവ് ഒരു ബി ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ to the candidates who are attending OET should aim to consistently score 30+ out of 42. So 42 questions ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ 42-ൽ എപ്പോഴും ഒരു 30+ സ്കോർ ചെയ്താലേ നമുക്ക് ബി ഗ്രേഡ് എന്നുള്ളൊരു ഡ്രീമിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സാമ്പിൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ. ബിഗിനിങ്ങിലൊന്നും അതത്ര പോസിബിൾ ആവില്ല, ബിക്കോസ് നമ്മൾ ഒരു ബിഗിനറാണ്, നമ്മൾ ചെയ്തു വരുന്നേ ഉള്ളൂ. പക്ഷേ ഡേ ബൈ ഡേ വിത്ത് ദ റൈറ്റ് പ്രാക്ടീസ് ആൻഡ് ഓൾ ദി വൊക്കാബുലറി ഒക്കെ പഠിച്ച് അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓൾ റൈറ്റ്. ഇനി ഒരു ജനറൽ ടിപ്പ് കൂടെ ഞാൻ തരാം. പ്രാക്ടീസ് നമ്മളൊരു അല്ലെ ഒരു ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ. സോ പാർട്ട് എക്ക് 50 മിനിറ്റ്സ് ഉണ്ട്, പാർട്ട് ബി ആൻഡ് സിക്ക് 45 മിനിറ്റ്സ്, അങ്ങനെ ടുഗെദർ എല്ലാം കൂടെ ഒരു 1 hour ഉണ്ട്. സോ എല്ലാ സെക്ഷനും ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ക്രൂഷ്യൽ. അപ്പോൾ അത് 50 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ 50 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ പാർട്ട് എ ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ പാർട്ട് ബി ആൻഡ് സി ചെയ്യുമ്പോൾ 45 മിനിറ്റ്സ്. അപ്പോൾ പാർട്ട് ബിക്ക് ഇത്ര ടൈം, പാർട്ട് സിക്ക് നമുക്കൊരു കാൽക്കുലേഷൻ, ഒരു ഓവറോൾ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് about the reading test format and skills and the grade that you need, and along with the tip. All right, to keep up with the contents that we share here, subscribe our channel and share to your friends as well. അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ഒക്കെ ലിങ്ക്സ് നമ്മൾ താഴെ ഷെയർ ചെയ്യുന്നതായിരിക്കും. So you can get access to that also. So take care. Till then, bye.